ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1 kg തൂക്കം വരുന്ന ഞാൻ വിളിക്കുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. 1/2 കപ്പ് 125 ml ആണ് കേട്ടോ. ഇനി ഈ ഒരു ബട്ടർ മിൽക്കിലേക്കാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൂപ്പർ റെഡ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കളർ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കുന്ന വീഡിയോ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്. മൈദ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 1 പിഞ്ചുപ്പ്. ഇത് അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിൽ ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ തന്നെ ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു മിക്സിലേക്ക് ഞാനൊരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുവാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബട്ടർ മിൽക്കും ഓയിലും മിക്സ് ആകാൻ വേണ്ടി മാത്രം ലോ സ്പീഡിൽ നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കളർ ആയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കളറൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ബട്ടർ മിൽക്ക് ഓയിലൊക്കെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് OTG ഓവനിൽ ഒരു 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു 4 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഞാൻ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയർ ഐസിങ് ചെയ്യാനും 1 ലെയർ പൊടിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. കേക്കിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തതാണ് ഞാൻ ഇവിടെ പൊടിച്ചെടുക്കുന്നത്. ഒരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ഈ ചൂടാക്കാതെ പൊടിക്കാനാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ക്രീം ചീസും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 100 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഹോം മെയ്ഡ് ക്രീം ചീസാണ്. ഹോം മെയ്ഡ് ക്രീം ചീസിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർ അതൊന്ന് കാണണം. ഞാൻ എപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്താലും ഹോം മെയ്ഡ് ക്രീം ചീസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ക്രീം ചീസ് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ ക്രീം ചീസിലേക്ക് ഞാൻ പൊടിച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ആ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും ഈ ക്രീം ചീസും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമും ക്രീം ചീസും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡ് ടേൺ ടേബിളിന് മുകളിൽ വെച്ചിട്ടുണ്ട്. കേക്ക് ബോർഡിന് മുകളിൽ ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ലെയറിൽ ക്രീം ആക്കി കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷവും ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീമിന് മുകളിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡിലൊന്ന് വരച്ച് കൊടുക്കുവാണ്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം സ്പാച്ചുല വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ 15 മിനിറ്റ് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ കേക്കിന് മുകളിൽ മുഴുവൻ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോസൽ നമ്പർ 1 വെച്ചിട്ട് കേക്കിൻ്റെ അടിഭാഗത്ത് ഞാൻ ചെറിയൊരു ബോർഡറും കൂടി വരച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ 1 കിലോ തൂക്കം വരുന്ന റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിന് മുകളിൽ ഞാനൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. അതുപോലെ ലെറ്ററിൻ്റെ മോൾഡിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നെയിം എഴുതിയിരിക്കുന്നത്. ഇതൊരു ഓർഡർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും ഫേസ്ബുക്ക് പേജായ മന്ന ഹോം മെയ്ഡ് കേക്ക്സ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.